ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഓരോ ദിവസവും എത്രയോ കാര്യങ്ങളിൽ തൊടുന്നു അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ ഫോണിൽ, പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്ലാസിലും പ്ലേറ്റിലും, യാത്ര ചെയ്യുമ്പോൾ വണ്ടിയുടെ ഹാൻഡിലിൽ, ഓഫീസിലെ കമ്പ്യൂട്ടർ കീബോർഡിൽ, വീട്ടിലെത്തുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ കയ്യിൽ. ഈ തൊടലെല്ലാം സത്യമാണോ? ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു കാര്യം ഞാൻ പറയാം. നമ്മളൊരു വസ്തുവിൽ തൊടുമ്പോൾ ശരിക്കും അതിനെ തൊടുന്നില്ല. എന്താ, തല കറങ്ങുന്നുണ്ടോ? സംഭവം ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് ലളിതമായി നോക്കാം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ പോലും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഈ ആറ്റങ്ങൾക്ക് ഒരു പ്രത്യേക ഘടനയുണ്ട്. അതിന്റെ കേന്ദ്രത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അവിടെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമുണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഇലക്ട്രോണുകൾ ഒരു പ്രത്യേക പാതയിലല്ല കറങ്ങുന്നത്. അവ ഒരു മേഘം അഥവാ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന തരത്തിലാണ് കാണപ്പെടുന്നത്. ഒരു ആറ്റത്തിന്റെ ഭൂരിഭാഗം സ്ഥലവും ശരിക്കും ഒഴിഞ്ഞതാണ്, ശൂന്യമാണ്. ഇനി നിങ്ങളൊരു വസ്തുവിൽ തൊടാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ വിരലിലെ ആറ്റങ്ങളും നിങ്ങൾ തൊടാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിലെ ആറ്റങ്ങളും തമ്മിൽ അടുത്തുവരും. അപ്പോൾ നിങ്ങളുടെ വിരലിലെ ആറ്റങ്ങളിലുള്ള ഇലക്ട്രോണുകളും ആ വസ്തുവിലെ ആറ്റങ്ങളിലുള്ള ഇലക്ട്രോണുകളും പരസ്പരം അടുത്തുവരുന്നു. ഈ ഇലക്ട്രോണുകൾക്ക് രണ്ടിനും നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവ പരസ്പരം ശക്തമായി വികർഷിക്കും, അതായത് തള്ളിമാറ്റും. ഒരേ ചാർജുള്ള കണികകൾ തമ്മിൽ അടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു തരം വൈദ്യുത കാന്തിക ബലമാണിത്. നമ്മൾ തൊട്ടു എന്ന് മനസ്സിലാക്കുന്ന അനുഭവം യഥാർത്ഥത്തിൽ ഈ വികർഷണ ബലമാണ്. നിങ്ങളുടെ കൈയിലെ ആറ്റങ്ങളും വസ്തുവിലെ ആറ്റങ്ങളും തമ്മിൽ നേരിട്ട് കൂട്ടിമുട്ടുന്നില്ല. പകരം അവയുടെ ഇലക്ട്രോൺ മേഘങ്ങൾ പരസ്പരം തള്ളിമാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആറ്റോമിക തലത്തിൽ അല്ലെങ്കിൽ ക്വാണ്ടം തലത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു വസ്തുവിനെ നേരിട്ട് തൊടുന്നില്ല, മറിച്ച് അതിന്റെ ഇലക്ട്രോൺ മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വികർഷണ ബലം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആറ്റങ്ങൾ പ്രധാനമായും ശൂന്യമായതുകൊണ്ട് നമ്മൾ പരസ്പരം തൊടുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് ഇലക്ട്രോൺ മേഘങ്ങൾ പരസ്പരം തള്ളിമാറ്റുന്നതിനെയാണ് ഗുണുന്നത്. ഇതൊരു തരം മാന്ത്രികത പോലെ തോന്നാമെങ്കിലും ഇത് ശാസ്ത്രമാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഒരാളോട് കൈ കൊടുക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ശരിക്കും അവരെ തൊടുന്നില്ല. അവരുടെ ഇലക്ട്രോണുകളുടെ ഒരു അദൃശ്യമായ ഫീൽഡ് മാത്രം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രം എത്ര അത്ഭുതകരമാണല്ലേ?